TP കേസ് കുറ്റവാളി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച CPM നേതാവ് P ജയരാജൻ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാനുഷിക പരിഗണനയിൽ സുനിക്ക് പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമെന്നാണ് ജയരാജന്റെ ചോദ്യം. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. സർക്കാർ ആർക്കൊപ്പമാണ് എന്നതിന്റെ തെളിവാണ് സുനിയുടെ പരോൾ എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഇതാ എല്ലാരോടായിട്ട് പറയാന് എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം, കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. അതിനിടെ തലശ്ശേരിയിൽ വധക്കേസ് കുറ്റവാളിയുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ CPM നേതാക്കൾ കൂട്ടത്തോടെ എത്തി. TP കേസ് പ്രതി ഷാഫിയും ആകാശ് തില്ലങ്കേരിയും ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു നേതാക്കളുടെയും സാന്നിധ്യം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? 6 വർഷമായി കിട്ടാത്ത പരോൾ സുനിക്ക് ഇപ്പോൾ അനുവദിച്ചതിൽ തെറ്റില്ലെന്ന് CPM നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പരോൾ നൽകിയതിൽ പ്രതിപക്ഷ വിമർശനം തുടരുന്നു. CPM-നും സർക്കാരിനും TP കേസ് പ്രതികളെ പേടിയെന്ന് VD സതീശൻ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചിട്ട് ചെയ്യാൻ പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതല്ലാലോ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും. വടിയിൽ കരമുള്ളവരെ വഴിയിൽ ഭയമുള്ളൂ. 2008 BJP പ്രവർത്തകൻ നിഖിലിനെ വധിച്ച കേസിലെ 1-ാം പ്രതി ശ്രീജിത്തിന്റെ വീട്ടിലാണ് P ജയരാജൻ, MB ജയരാജൻ തുടങ്ങിയവരെത്തിയത്. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ, എല്ലാരും അടിച്ചു കയറി വാ. TP കേസ് പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി തുടങ്ങിയവരും ചടങ്ങിനെത്തി. ഹിന്ദു ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, നാട്ടുകാരെ അവൾ നിരപരാധിയാണ്. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്നത് അണ്ടർവെയറിൽ നീലം മുക്കുന്ന ഒരേ പോലെയാ.